ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പൊടിമോൾ എണീറ്റ് വരുന്ന വഴിയാണ്. സമയം എത്രയെന്നറിയോ? 10:30 രാവിലെ. പക്ഷേ രാത്രി ഉറങ്ങുന്നത് 11:30, 12, 12:30, 1 മണി. ഇതാണ് അവളുടെ ഉറങ്ങുന്ന ഒരു ടൈം. ഇന്ന് കുറച്ച് ലേറ്റായി പോയതാണ്. മറ്റേത് മോൻ സ്കൂളിൽ പോകുന്ന ഒരു ടൈമിൽ ഇന്ന് ലീവാണല്ലോ. മോനും കിടന്നുറങ്ങുവാണ്. മോനും ലേറ്റായി കിടക്കാനായിട്ട്. അപ്പം അല്ലാത്ത ദിവസങ്ങളിൽ മോന് എണീക്കുന്ന പോലെ, അതായത് 8 മണിയാകുമ്പോൾ അവന് വണ്ടി വരും. 7 മണിയൊക്കെ ആകുമ്പോൾ അവന് പൊക്കിയിട്ടുണ്ടെങ്കിൽ അതേ ടൈമിന് തന്നെ ഇവള് എണീറ്റ് വരും. രണ്ടാളും കൂടെ ജഗപുകയായിരിക്കും. അങ്ങനെയാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. ഇന്നെന്തോ ഉറങ്ങിപ്പോയി. ഭയങ്കര വിശപ്പോടുകൂടി എണീറ്റ് വന്നത്. അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചൊരു കുറച്ച് പാൽ കൊടുക്കാമെന്ന്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വയ്യെ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ പൊടിമോളെ ഞാൻ കുളിപ്പിച്ച് സുന്ദരിയാക്കി നല്ല ഉടുപ്പെല്ലാം ഇട്ട് കൊച്ചു ഭക്ഷണമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കിനാണ് അപ്പുറത്തുനിന്ന് അമ്മയും ചേട്ടൻ്റെ അമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, പിന്നെ മരുമക്കളുടെ പിള്ളേരും എല്ലാം വന്ന കാരണം പൊടിമോൾ ഭയങ്കര ഹാപ്പിയായി. അവരുമായിട്ട് കുറേ സമയം കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് ഇഡലിയും ചട്നിയായിരുന്നു. അപ്പോൾ അതെല്ലാം ലേശം എങ്ങനെയല്ലോ ഉള്ളിലേക്ക് പോയി. ഇവൻ ഉണ്ണിക്കുട്ടനും നിച്ചുവാണ് അവിടെ ഉണ്ടായിരുന്നത്. ഉണ്ണിക്കുട്ടൻ എന്തെല്ലോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളും അതിനനുസരിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കാനുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തെല്ലോ ചെയ്യുന്നുണ്ട്. അവന് കുറേ കളിപ്പിച്ചു അവളായിട്ട്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ കിടന്നുറങ്ങി കേട്ടോ. ഉറങ്ങുന്ന സമയത്തേന് നമുക്ക് വേഗം ഉച്ചക്കത്തെ എന്തെങ്കിലും ഫുഡാക്കണം. ഒരു ചെന ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കുക്കർ അടുപ്പിൽ വെച്ച് ഞാൻ യൂസ് ചെയ്യുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇനി വെളിച്ചെണ്ണയിലും അത്യാവശ്യ സമയങ്ങളിൽ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കലുണ്ട്. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെയും ചെയ്യലുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റൈസ് ബ്രാൻഡ് ഓയിലാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇടണം. പട്ട എൻ്റെ കയ്യിലില്ല, ഗ്രാമ്പു, ഏലക്ക ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി ഏതാണ്ട് ഹാഫ് കുക്കായി വന്നപ്പോഴത്തേക്കിനും ഞാനിതിനകത്തോട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാൻ കുറച്ചേ ഉള്ളത് കാരണം ഞാനത് ജസ്റ്റ് ചതച്ചെടുക്കുന്നതാണ്, ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുക്കുന്ന പോലെ എടുത്തിട്ടുള്ളേ. ഓക്കെ, ഇതൊന്ന് വഴറ്റി വരിക. അതായത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അന്നേരത്തേക്കിനും നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് സ്മാഷായിട്ട് വന്നിട്ടുണ്ട്. അന്നേരത്തേക്കിനും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ക്യാരറ്റ് യൂസ് ചെയ്യാം. ഞാൻ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ടെന്നല്ല, ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതെല്ലാം ഞാൻ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാബേജ്, ഇതൊക്കെ ഓപ്ഷനിലാണ്. ബീൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. കുട്ടികൾ കഴിക്കുന്നത് പോലെ സോയാബീൻ ഉണ്ടെങ്കിൽ അത് ഇടാം. നമുക്ക് അതൊക്കെ ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം എടുത്ത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതും കൂടെ ജസ്റ്റൊന്ന്, ഇതൊന്നും അധികം വാടുമൊന്നും വേണ്ട, ജസ്റ്റൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇടേണ്ടത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മസാലകളാണ്. മസാലയെന്ന് പറയുന്നത് ഞാൻ അധികം കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് അധികം ഞാൻ മസാലാസ് ഇവിടെ ഇല്ല. ഗരം മസാലയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇടുന്നത്. നമ്മൾ ആദ്യം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണല്ലോ പേസ്റ്റാക്കി. അപ്പം പച്ചമുളക് ഞാൻ കുറച്ചുകൂടി കൂടുതൽ, മുളക് പൊടി ഞാൻ സാധാരണ യൂസ് ചെയ്യലില്ല കേട്ടോ. വലിയവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് ആക്കലുണ്ട്. കുട്ടികൾക്കാവുമ്പോഴത്തേക്കിനും ഞാനത് കുറവാണ് ചെയ്യുന്നത്. ഈ സമയം ഇത് വീണ്ടും നമുക്കൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് മസാലാസ് യൂസ് ചെയ്യാണ്. ഇനി അതൊന്ന് കിടന്ന് ഒന്ന് സോട്ടായി വരണം. ഓക്കെ, അതിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറണം. ഈ സമയം നമ്മൾ എത്രയാണോ അരിയെടുത്തത് അതിന് കണക്കായിട്ട്, 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, പിന്നെ കുറച്ച് വില കുറഞ്ഞ അരിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം നമ്മൾ
എടുക്കേണ്ടത്. 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ വെള്ളം ചിലപ്പം വെക്കേണ്ടി വരും കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചന എടുത്തിടുകയാണ്. അതും നന്നായിട്ടൊന്ന്, ഇത് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ തന്നെ ചെയ്യണം. നമ്മളാദ്യം വെള്ളത്തിലിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞാൽ വെള്ളക്കടല വേവുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ചുവപ്പ് കടലയിലും ഉപയോഗിക്കാം കേട്ടോ. ചുവപ്പ് കടലയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേവിച്ച് വെച്ച കടല, അത് കാരണം അധികം നമുക്ക് ഇനി ഇതിനെ ഇട്ടിട്ട് ഇതാക്കേണ്ട കാര്യമില്ല. ഞാൻ കടല വേവിക്കുമ്പം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പിടാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും കല്ലുപ്പായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഞാൻ ടൈഗർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ ആദ്യം ഒഴിച്ചത് ഞാൻ കടല വേവിക്കുമ്പോൾ കടലയിലുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ. നിങ്ങളങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. നമ്മൾ ഇത് വേവിക്കുന്ന ആ വെള്ളം തന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഊറ്റിയെടുത്തിട്ട് അതും കൂടെ ഇതിനകത്ത് ഉപയോഗിച്ചാൽ ആ കടലയുടെ ടേസ്റ്റ് കുറച്ച് നന്നായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് ഉപ്പുമെല്ലാം ഇട്ട് ഇനി നമുക്ക് അരി ഇടണം. അരി ഇടേണ്ടത് ഇത് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ. നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കിനാണ് നമ്മൾ അരി കഴുകിയിട്ട് ഇടേണ്ടത്. അപ്പോൾ ഇത് തിളയ്ക്കട്ടെ, ഞാൻ അന്നേരം അരി കഴുകിയിട്ട് വരാം. നമ്മുടെ വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് നമ്മൾ അരി ഇടുന്നതിന് മുമ്പ് നോക്കണം. കാരണം ഉപ്പ് ലേശം മുന്നോട്ട് നിൽക്കണം കേട്ടോ. എന്നാലേ അരിയിലും കൂടെ പിടിക്കുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് വരുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്, എങ്കിലും ഞാനൊന്നുകൂടെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഞാൻ അരി ഇടുകയാണേ. ഉണ്ടോ, അരി ഇങ്ങനെ കിടക്കണം. ഞാനിനി പിന്നെ ഉപ്പെല്ലാം നോക്കി കറക്റ്റായിട്ടുള്ളതെന്ന് എൻ്റെ തോന്നൽ. നിങ്ങൾക്കൊക്കെ ഉപ്പ് കൂടുകയും കുറവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തോണം കേട്ടോ. എനിക്ക് ഇതിനകത്ത് മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മല്ലിയില ഉണ്ടായിരുന്നില്ല. പുതിന പിന്നെ ഞാൻ എൻ്റെ ഇതിൽ തന്നെയുണ്ട്, ഗാർഡനിൽ തന്നെയുണ്ട്. കാരണം അത് കുറച്ചിട്ട് ഞാൻ കുറച്ച് പുതിനയില ഇട്ടു. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് 1 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതുക്കൊട്ടും എണീറ്റ് വന്നതൊന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായിരുന്നു, സ്കൂളിൽ പോകണ്ടല്ലോ, അത് കാരണം കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. നമ്മൾ ലാസ്റ്റ് കുറച്ച് വറുത്തിടാനായിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഉള്ളി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ആ ബ്രെഡ് നെയ്യിൽ വാട്ടി ബിരിയാണിയിലിടും. കുക്കർ ഞാൻ 1 വിസിലടിച്ചതിന് ശേഷം താത്ത് വെച്ചിരിക്കണം. ഇനി ഇതിൻ്റെ ഫുള്ള് പ്രഷർ പോയതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ നമ്മൾ അലങ്കരിക്കാനുള്ള സാധനമെല്ലാം റെഡിയായി കേട്ടോ. ബിരിയാണി ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ചോറ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വിളമ്പി നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ ജനറേഷനെല്ലാം ബിരിയാണിയാണല്ലോ മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കണം. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമുക്കൊന്ന് അലങ്കരിക്കാം. നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ബീട്രൂട്ട് ചട്നി ആക്കുന്നുണ്ട് ഞാൻ. ബീട്രൂട്ട്, തേങ്ങ, പച്ചമുളക്, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ എടുക്കാം. പുതിന, പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവാള എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് വേണം, പിന്നെ നമ്മുടെ തൈര് വേണം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് അത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയിൽ അരയ്ക്കാം. കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കണ്ടോ, അടിപൊളിയൊരു ചട്നിയാണ്. ഇനി നമുക്കൊന്ന് ആദ്യക്കുട്ടന് എണീറ്റിട്ടുണ്ടല്ലോ, ആദ്യക്കുട്ടന് കൊടുക്കാനായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം.
ഇതിനകത്ത് ഞാൻ ചട്നി അരച്ച് നിങ്ങൾ കണ്ടു. പിന്നെ ഒരു ചെറിയ കുക്കുംബർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി തൈര് കൊണ്ടൊരു സാലഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പിക്കിളാണ് കേട്ടോ. അടിപൊളി പിക്കിളായിരുന്നു. നാരങ്ങ, ഈത്തപ്പഴം എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി പിക്കിൾ. അപ്പം ഇങ്ങനെ 3 സാധനങ്ങളുമായിട്ട് ആണ് ഞാൻ സെർവ് ചെയ്തത്. മോന് പിക്കിളിനോട് വലിയ താല്പര്യമല്ല, മോന് തൈര് കിട്ടിയാൽ മതി. തൈരും ആ ചട്നിയും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോൻ ഹാപ്പിയാണ്. ഓക്കെ, അടിപൊളി ഒരു ഫുഡാണ്, ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഇത്ര നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.